അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലെ അതിശ്രേഷ്ഠമായ ഈ ദിവസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ കഠിനമായി തന്നെ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യമായ പ്രബോധനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിൽ പ്രവാചകന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്ന വിഷയം. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അന്ന് പ്രവാചകനെ ശകാരിച്ച ആളുകളിൽ അവരുടെ ഒരു നേതാവായി മുമ്പിൽ നിന്ന വ്യക്തിയാണ് അബൂജഹൽ. ഒരു അഹങ്കാരത്തിൻ്റെ പ്രതീകമായി മാറിയ വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഏത് സദസ്സിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുർആനിൻ്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സദസ്സിലേക്ക് ഉടൻ അബൂജഹൽ കടന്നു വരും. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന വിഷയങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ പാടില്ല. ജനങ്ങളുടെ മനസ്സിൽ പ്രവാചകനെതിരെയുള്ള സംശയം പ്രചരിപ്പിക്കണം. അതുകൊണ്ട് അയാൾ പരിഹാസത്തോടെ പറയും, മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ ആകാശത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് കല്ലുമഴ വർഷിക്കട്ടെ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളെ പിടികൂടട്ടെ. സഹോദരങ്ങൾ, ഇത് കേവലം വെറുമൊരു പ്രസ്താവനയല്ല, ഇതൊരു വെല്ലുവിളിയാണ്. അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിലെത്തിയ ഒരു വെല്ലുവിളി. സത്യത്തെ അംഗീകരിക്കാൻ ഹൃദയം തയ്യാറല്ല എങ്കിൽ ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ അധികമായി കേൾക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ ശിക്ഷ വരട്ടെ എന്ന് പറയുന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ അതൊരു ധൈര്യമല്ല, മറിച്ച് അത് വ്യക്തമായ അജ്ഞതയാണ്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറത്ത് അൻഫാലിലെ 32-33 സൂക്തങ്ങളിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ക മിൻ ഇൻദിക്. അവർ പറഞ്ഞ സന്ദർഭം, അല്ലാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, നീ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അവഇഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് 2 മഹത്തായ കരുണകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഒരു സുരക്ഷയാണ്. പ്രവാചകനെ പരിഹസിച്ച ആളുകൾക്ക് പോലും പ്രവാചകൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഒരു കരുണയായി മാറുകയാണ്. നീ അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരെ കുറിച്ച് പറഞ്ഞത്. 2-ാമത്തെ കാര്യം, പ്രവാചകനെ പരിഹസിച്ച ആളുകൾക്ക് പാപമോചനം തേടാനുള്ള വാതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ധിക്കാരികളായ ആളുകൾ എത്ര തന്നെ അഹങ്കാരത്തോടെ വെല്ലുവിളിച്ചാലും പടച്ച തമ്പുരാൻ ഉടനെ അവരെ പിടികൂടി ശിക്ഷിക്കുന്നില്ല, മറിച്ച് അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം നൽകിക്കൊണ്ട്, സാവകാശം നൽകിക്കൊണ്ട് അവരോട് കരുണ കാണിക്കുകയാണ് ആ വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല എന്ന കാര്യം, അതിലേക്കാണ് സഹോദരങ്ങളെ വെളിച്ചം വീശുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആകാശത്തിൽ നിന്ന് കല്ലുമഴ വർഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മനോഭാവം, അത് എന്താണ് അറിയിക്കുന്നത്? അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിക്കുന്ന സത്യത്തെ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ആ ഒരു സത്യം അത് അംഗീകരിക്കാൻ മാനസികമായി തയ്യാറാകാത്തതിൻ്റെ ഒരു പ്രകടനമാണ് ഈ രൂപത്തിലുള്ള സംസാരവും വെല്ലുവിളിയുമൊക്കെ അവർ നടത്താൻ കാരണം. എന്നാൽ ഈ വെല്ലുവിളിച്ച അബൂജഹൽ ചരിത്രത്തിൽ എങ്ങനെയാണ് ഓർക്കപ്പെടുന്നത്? സത്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ലോകസ്രഷ്ടാവായ അള്ളാഹുവിനെ വെല്ലുവിളിച്ച ഒരു അക്രമിയായിക്കൊണ്ടാണ്, അഹങ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ടാണ് ചരിത്രം ഇന്നും അയാളെ സ്മരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്താണ്?
കരുണയുടെ ഒരു ദൂതനായി പ്രവാചകനെ അപമാനിച്ചവർക്ക് ഉടൻ തന്നെ ശിക്ഷ വരാതിരിക്കാനുള്ള ഒരു കാരണമായിക്കൊണ്ടാണ് പ്രവാചകനെ ലോകം ഇന്നും സ്മരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ ഒരു പാഠമുണ്ട്. സത്യസന്ധമായ ആദർശത്തെ പരിഹസിക്കുന്ന ആളുകൾ ലോകത്ത് ഒരുപാടുണ്ടാകും. ആ ദർശനത്തെ വെല്ലുവിളിക്കുന്ന ആളുകളും ലോകത്ത് ഒരുപാടുണ്ടാകും. ഇപ്പോൾ തന്നെ തെളിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ആളുകളും അവർക്കിടയിൽ ഉണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും അവരുടെ ആവേശ പ്രകടനങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നായിരിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത്. അഹങ്കാരമുള്ളവരെ നാശത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നത് പോലെ വിനയമുള്ളവരെ എപ്പോഴും രക്ഷയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് അബൂജഹൽ ഇവിടെ ശിക്ഷ ചോദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചു. പക്ഷെ ചരിത്രം തെളിയിച്ചത് ശിക്ഷ ചോദിച്ചവനെയല്ല ദൈവം വിജയിപ്പിച്ചത്, മറിച്ച് സഹനത്തോടെ അതിനെ നേരിട്ട പ്രവാചകനാണ് ദൈവിക സഹായത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ഇതുപോലെയാണ് അബൂലഹബും അയാളുടെ ഭാര്യയും പ്രവാചകനെ ദ്രോഹിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ചരിത്രം. അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, ആ സ്ത്രീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കാൻ നാവിനെ ആയുധമാക്കിയ ഒരുവളായിരുന്നു. ഒരു ദിവസം വളരെ പരിഹാസത്തോടു കൂടി ഈ ഉമ്മു ജമീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിൻ്റെ കൂടെയുള്ള പിശാജ് നിന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. 2-3 ദിവസമായി ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പ്രവാചകന് ദിവ്യ സന്ദേശം ലഭിക്കുന്നതിൽ ഏതാനും ദിവസങ്ങൾ ഒരു ഇടവേളയെടുത്ത സമയത്ത് ഈ രൂപത്തിൽ പ്രവാചകന് നോവിച്ചുകൊണ്ട് ആ സ്ത്രീ സംസാരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ ആ സ്ത്രീ ഉപയോഗിച്ച വാക്ക് അത് വെറും ഒരു തമാശയായി പറഞ്ഞതല്ല, പ്രവാചകൻ്റെ ഹൃദയത്തെ കുത്തുന്ന ഒരു വാക്കായിട്ടാണ് ഈ സംസാരം ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ അനുഭവപ്പെട്ടത്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, വാളിൻ്റെ മുറിവ് അത് ഭേദമാകും, എന്നാൽ നാവിൻ്റെ മുറിവ് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് സത്യസന്ധനായ, മാന്യനായ, ജനങ്ങൾക്ക് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എന്തുമാത്രം ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിവസങ്ങൾക്ക് മുമ്പ് അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന അതേ സമൂഹം ഇപ്പോൾ കള്ളം പറയുന്നവനാണ്, ഭ്രാന്തനാണ്, പിശാചു ബാധിച്ചവനാണ് എന്നൊക്കെ പറയുന്നത് അത് നിസ്സാരമായ ഒരു വിഷയമല്ല. അതുകൊണ്ട് ആ നിമിഷത്തിൽ തന്നെ ആ പരിഹാസത്തിനുള്ള മറുപടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കരുണ നിറഞ്ഞ സൂക്തങ്ങളാണ് പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായമായ സൂറത്തു ദുഹായിലെ ആദ്യ വചനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. പൂർവാഹ്നം തന്നെയാണ് സത്യം, രാത്രി തന്നെയാണ് സത്യം. അത് ശാന്തമാകുമ്പോൾ നബിയെ, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല എന്ന്. എത്ര സ്നേഹപൂർവമായ ആശ്വാസപരമായ വാക്കുകളാണ് ഇത്. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല എന്ന വാക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഒരു പ്രകാശമായി ഇറങ്ങി. ഇവിടെ അള്ളാഹു അവൻ്റെ ദൂതനെ ശക്തിപ്പെടുത്തിയത് ഉടനെ തന്നെ പ്രവാചകൻ്റെ എതിരാളികളായ ആളുകളുടെ മേൽ ശിക്ഷാ നടപടി സ്വീകരിച്ചുകൊണ്ടല്ല, മറിച്ച് ആ പ്രവാചകന് അന്നേരം ആശ്വാസവചനങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തിയത്. അങ്ങനെ പരിഹാസങ്ങളും ഉപദ്രവങ്ങളുമൊക്കെ സഹിക്കാനുള്ള ഒരു കരുത്ത് പ്രവാചകന് ലഭിച്ചു. അദ്ദേഹത്തിന് അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുഭവിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഇത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി സഹിക്കേണ്ട ഗുണകാംക്ഷ നിറഞ്ഞ ഒരു വഴിയാണ്. ജനങ്ങൾക്കറിയാത്ത പലതും ദിവ്യ സന്ദേശത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട്. ഈ ലോകം അത് താൽക്കാലികമാണ്. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ്. അവസാനം സത്യം തന്നെയാണ് വിജയിക്കുക. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പരിഹാസം വന്നാലും ആ പരിഹാസത്തെയെല്ലാം നേരിടണം, അവിടെ തളരാൻ പാടില്ല എന്ന് പ്രവാചകൻ കൃത്യമായി മനസ്സിലാക്കി. പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്ത് ഹിജറിലെ 97 മുതൽ 99 വരെയുള്ള സൂക്തങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. തീർച്ചയായും അവർ പറയുന്നത് നിമിത്തം നിന്റെ ഹൃദയത്തിൽ നിനക്ക് മനപ്രയാസമുണ്ടാകുന്നു എന്ന് നാം അറിയുന്നുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ് സ്വാജിദീൻ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ച് കീർത്തനം നടത്തുകയും സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ ആ മരണം അത് നിനക്ക് എത്തും വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. എത്ര
അതുല്യമായ മാർഗനിർദ്ദേശമാണ് പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്ന് നമ്മളിവിടെ ആലോചിക്കണം. ഇവിടെ ഹൃദയത്തിലുള്ള വേദനയ്ക്ക് മറുപടി നമസ്കാരത്തിലൂടെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നാണ്. പരിഹാസത്തിനുള്ള മറുപടി അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപമാനത്തിനുള്ള മറുപടി അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക, അതും മരണമെത്തുന്നത് വരെ. സഹോദരങ്ങളെ, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അദ്ദേഹത്തെ പരിഹസിച്ചവരുടെ വാക്കുകൾ ചരിത്രത്തിൽ പൊടി പോലെ പറന്നുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹനവും അദ്ദേഹം സ്വീകരിച്ച മാർഗവും അതെല്ലാം ഇന്നും ഓരോ ഹൃദയങ്ങളെയും നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിതിൽ വലിയ പാഠങ്ങളുണ്ട് സഹോദരങ്ങളെ. പരിഹാസം വന്നാൽ തളരാൻ പാടില്ല. മാനസികമായി വേദന വന്നാൽ പ്രതികാരം പാടില്ല. മറിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ആരാധനയിലേക്ക് തിരിയണമെന്നാണ്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ശക്തമാകുമ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തു റൂമിലെ 60-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്. ആകയാൽ നീ ക്ഷമിക്കണം, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാകുന്നു എന്ന്. വലാ യസ്തഖിഫന്നകല്ലദീന ലാ യൂഖിനൂൻ. ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ എന്ന്. അപ്പോൾ പ്രയാസങ്ങൾ വരും, പരിഹാസങ്ങൾ ഉയരും, ദ്രോഹങ്ങളും സംഭവിക്കും. സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ പൂക്കൾ അലങ്കരിച്ചുകൊണ്ട് ആരും സ്വീകരിക്കണമെന്നില്ല സഹോദരങ്ങളെ. അതൊരു പക്ഷേ മുള്ളുകളുള്ള വഴികളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വഴികൾ അത് കാലുകൾക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കും, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കും, ഹൃദയത്തെ ചിലപ്പോൾ അസഹ്യമായ വേദന അനുഭവിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ കാലുകൾ ചലിപ്പിക്കേണ്ടി വരും, സമയം ധാരാളമായി ഈ മാർഗത്തിൽ ചെലവാക്കേണ്ടി വരും, പല സൗകര്യങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരും, നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പലപ്പോഴും കേൾക്കേണ്ടി വരും. ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഈ വാക്കുകൾ കേൾക്കാതെ, പരിഹാസം സഹിക്കാതെ, അപമാനം താങ്ങാതെ അള്ളാഹുവിൻ്റെ ദീനിനെ ഉയർത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് അതിനെയെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയിലൂടെ, സഹനത്തിലൂടെ നേരിട്ടു. കാരണം പ്രവാചകൻ നോക്കിയത് ഇതിൻ്റെയൊക്കെ ഫലം ഈ ദുനിയാവിൽ എന്തായിരിക്കും എന്നതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ് പ്രവാചകൻ അവിടെ പരിഗണിച്ചത്. അതിന് വിശ്വാസപരമായി ഹൃദയം നല്ല ഉറപ്പുള്ളതായിരിക്കണം. ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ നോക്കാതെ നാളത്തെ മരണാനന്തര ജീവിതത്തിലെ വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതിന് നല്ല ക്ഷമ അനിവാര്യമാണ് സഹോദരങ്ങളെ. ക്ഷമ എന്ന് പറയുന്നത് അതൊരിക്കലും ദുർബലതയല്ല. ക്ഷമ എന്നത് ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് കാലുകൾ തളർന്നാലും മുന്നോട്ട് പോകണമെന്ന് പ്രവാചകൻ തീരുമാനിച്ചു. ഹൃദയം വേദനിച്ചാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളണം എന്ന് അവിടെ നിന്ന് ഉറപ്പിച്ചു. കാരണം അള്ളാഹുവിൻ്റെ ദീൻ പ്രഖ്യാപിക്കപ്പെടേണ്ടത് സൗകര്യത്തിലൂടെയല്ല, സഹനത്തിലൂടെയാണ്, ക്ഷമയിലൂടെയാണ് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഉഹദ് യുദ്ധം നടന്ന ദിവസത്തിൽ താങ്കൾക്കുണ്ടായ പ്രയാസം പോലെ മറ്റൊരു പ്രയാസമുള്ള ദിവസം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പ്രവാചകനോടുള്ള ആ ചോദ്യം. അതിനവിടുന്ന് മറുപടി പറഞ്ഞു, നിൻ്റെ ജനതയിൽ നിന്ന് എനിക്ക് പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അഖബയുടെ ദിവസം ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ പ്രയാസം. ഇബ്നു അബ്ദി കുലൈലിൻ്റെ അടുത്തേക്ക് ഞാൻ ഈ സന്ദേശവുമായി ചെന്നു. പക്ഷേ എൻ്റെ ക്ഷണം അയാൾ സ്വീകരിച്ചില്ല. വളരെ ദുഃഖിതനായിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും തിരിച്ചു പോന്നു. കർണു സാലിബിൽ വെച്ചാണ് എനിക്ക് ശരിക്കും ബോധം തെളിഞ്ഞത്. അന്നേരം ഞാൻ തല ഉയർത്തി മുകളിലേക്ക് നോക്കി. ആ സന്ദർഭത്തിൽ ഒരു മേഘം എനിക്ക് തണലായി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ മേഘത്തിൽ ജിബ്രീൽ എന്ന മലക്കിനെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ജനത നിങ്ങളോട് പറഞ്ഞതെല്ലാം അള്ളാഹു കേട്ടിരിക്കുന്നു. മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്കിനെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് അള്ളാഹു. താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരോട് കൽപ്പിച്ചു കൊള്ളുക. താങ്കൾ ഉദ്ദേശിക്കുന്ന പക്ഷം ആ 2 മലകളെ ആ സമൂഹത്തിൻ്റെ മുകളിലേക്ക് ഞാൻ മറിച്ചിടുന്നതാണ്. അന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അരുത്, ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സന്താനങ്ങളിൽ നിന്നെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത സന്താനങ്ങളെ അള്ളാഹു ജനിപ്പിക്കാനാണ്. സഹോദരങ്ങളെ, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തോടുള്ള ഗുണകാംക്ഷ. ശത്രുക്കളിൽ നിന്ന് പ്രവാചകൻ നേരിട്ട കഠിനമായ പ്രയാസങ്ങൾ അത് സാധാരണമായിരുന്നില്ല. ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്,
പരിഹാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അപമാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതെല്ലാം പ്രവാചകനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മക്കയിലും പരിസരത്തുമൊക്കെ ധാരാളമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. ഏകദേശം 70ഓളം അനുചരന്മാർ യുദ്ധത്തിൽ രക്തസാക്ഷികളായി. പ്രവാചകൻ്റെ സ്വന്തം ശരീരത്തിന് മുറിവേറ്റിട്ടുണ്ട്. പ്രവാചകൻ്റെ പല്ല് പൊട്ടിക്കൊണ്ട് രക്തം മുഖത്ത് ഒഴുകിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് സഹിക്കാനാകാത്ത വേദനകളാണ് ഉഹുദ് യുദ്ധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനിച്ചത്. എന്നാൽ അതിനേക്കാളുമൊക്കെ അപ്പുറം ആ പ്രവാചകനെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചുള്ള കള്ളപ്രചാരണങ്ങളാണ്, ഖുർആനിനെക്കുറിച്ചുള്ള വ്യാജ ആരോപണങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്ത വാക്കുകളാണ്. ശരീരത്തിലെ മുറിവുകൾ ഭേദമാകും, പക്ഷേ ഈ സന്ദേശത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന് കൃത്യമായ മറുപടി നൽകി. പരിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായമായ സൂറത്ത് ഹാക്കയിലെ 38 മുതൽ 43 വരെയുള്ള സൂക്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്ക് തന്നെയാകുന്നു, വമാ ഹുവ ബിഖൗലിൻ സാഹിർ, ഇതൊരു കവിയുടെ വാക്കേയല്ല, ഖലീലം മാ തുഅ്മിനൂൻ, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, വലാ ബിഖൗലിൻ കാഹിൻ, ഇതൊരു ജോത്സ്യൻ്റെ വാക്കുമല്ല, ഖലീലം മാ തദക്കറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു കൊടുക്കുന്ന ഈ ഒരു ഖുർആൻ അതൊരു മനുഷ്യൻ്റെ സൃഷ്ടിയല്ല, അത് കവിതയല്ല, അത് ജ്യോത്സ്യവചനമല്ല, അത് കുറേ ആളുകളുടെ ചിന്തകളുടെ ഒരു സംഗ്രഹമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഇറക്കിക്കൊടുത്ത ദിവ്യ സന്ദേശമാണ് ഇത്. ഈ കാര്യങ്ങളെല്ലാം ക്ഷമയോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഖുറൈശികളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ തെളിവുകളും വാദങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഖുറൈശികൾക്ക് പ്രവാചകനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് സംസാരം കൊണ്ട് ജയിക്കാൻ കഴിയാതെ പോയി. അവസാനം അവർ തിരഞ്ഞെടുത്ത വഴി അത് മർദ്ദനത്തിൻ്റെ, അക്രമത്തിൻ്റെ, വാളിൻ്റെ വഴിയാണ് അവർ തിരഞ്ഞെടുത്തത്. ചരിത്രത്തിൽ ഇത് പുതിയ ഒരു സംഭവമൊന്നുമല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിയെ നേരിടുമ്പോൾ സ്വേച്ഛാധിപതിയായ ഫിർഔൻ സ്വീകരിച്ച രീതിയും ഇതുതന്നെയായിരുന്നു. സംവാദത്തിൽ തോറ്റുകഴിഞ്ഞാൽ പലപ്പോഴും അധികാരമുള്ള ആളുകൾ അവർ അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഭീഷണി ഉയർത്തിക്കൊണ്ട് അവരെ നേരിടുക എന്നുള്ളത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. ചിന്തയിൽ തോറ്റവർ വാളിൽ ആശ്രയിക്കുമെന്ന് പറയുന്നത് പോലെ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആദർശത്തെ നേരിടാൻ കഴിയാത്ത ഖുറൈശികൾ അധികാരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായില്ല, സത്യത്തെ അടിച്ചമർത്താൻ സാധിക്കും, പക്ഷേ അതൊരിക്കലും അപ്രത്യക്ഷമാവുകയില്ല എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ അതെല്ലാം സഹിച്ചുകൊണ്ട് നിലകൊണ്ടു. അദ്ദേഹം ഒരുപാട് മുന്നോട്ട് നടന്നു. അതുകൊണ്ടാണ് ഇന്നും ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്.